अग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ഇന്ന് ഒരു പുതിയ ദിവസം ഇവിടെ ആരംഭിക്കുമ്പോൾ ഇന്ന് നമുക്ക് കൊട്ടിയൂരപ്പനെക്കുറിച്ച് പറയാം. എന്തുകൊണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ന് പറയുന്നുവെന്നും ഇന്ന് പ്രഭാതത്തിൽ ഒരു പക്ഷേ കൊട്ടിയൂരപ്പനെക്കുറിച്ചുള്ള മഹാത്മ്യങ്ങൾ കേട്ടാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പ്രേരണയുണ്ടായി ആ ക്ഷേത്രഭൂമിയിലേക്കൊന്ന് ചെന്നാൽ അത് ഉദയാമൃതത്തിൻ്റെ വലിയ ധന്യതയാണ്. എന്തൊക്കെ ആരാധനകളിലൂടെ ഈ ക്ഷേത്രം കടന്നു പോയിരിക്കുന്നുവെന്ന്, എന്തൊക്കെ വിശ്വാസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് അറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് കൊട്ടിയൂരപ്പനെ തൊഴാനുള്ള ദിവസമാണ് ഇന്ന്. പക്ഷേ വാക്കുകൾ ആരംഭിക്കുന്നത്, ദിവസം ആരംഭിക്കുന്നത്, ചിന്തകൾ ആരംഭിക്കുന്നത് അമ്മയുടെ ഉപദേശത്തിൽ നിന്ന് തന്നെ ആകട്ടെ. ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണം. നമ്മളെ ദ്രോഹിക്കുന്നവർക്കും നല്ല മനസ്സ് കൊടുക്കുവാൻ വേണം പ്രാർത്ഥിക്കുവാൻ. അന്യര് കൂടി നന്നാകണേ എന്നുള്ള പ്രാർത്ഥന ഫലവത്താകുമ്പോൾ അതുമൂലം നമുക്കാണ് ശാന്തിയും സമാധാനവും. ദിവസവും ഒരു നേരമെങ്കിലും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ജപിക്കണം. അമ്മയുടെ ഈ വാക്കുകളിലൂടെ ലോകം മുഴുവനും സുഖം നിറയട്ടെ. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഒരു തവണയല്ല പലതവണ ദർശനത്തിനായി പോകുവാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോ തവണയും തിരുവഞ്ചിറയിൽ ചെന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും ഊർജം, ആ ഊർജത്തെക്കുറിച്ച് പറയാൻ വാക്കില്ല. കൈലാസത്തിന് തത്തുല്യം എന്ന് പറയാനാകില്ല എങ്കിലും കൈലാസത്തിന് സമാനമായ ചില അനുഭവങ്ങൾ പകർന്നു വരുവാൻ കൊട്ടിയൂരിനാകുന്നു. കൈലാസത്തോളം എന്ന് പറയുവാൻ മനുഷ്യജന്മത്തിൻ്റെ ഭാഗ്യങ്ങൾ ഒത്തുചേർത്ത് വയ്ക്കുന്ന പല കാഴ്ചകളും ഇനിയും ഏറെ ഈ ഭൂമിയിൽ കിടക്കുകയാണ്. എന്നാൽ ശിവ ആലയത്തിലെ ഏറ്റവും മഹനീയ ഭാവം കൈലാസത്തിന് തന്നെയാണ്. ധ്യാനഭാവത്തിലാണ് മഹാദേവൻ കൊട്ടിയൂർ സാന്നിധ്യമാകുന്നത്. ആ സാന്നിധ്യത്തിന് തന്നെ വലിയ പ്രത്യേകതകളുണ്ട്. ദക്ഷയാഗം കഴിഞ്ഞ് ആത്മാഹൂതി ചെയ്ത സതീദേവിയുടെ ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് മഹാദേവൻ. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന വേദന, മഹാദേവൻ ഏറ്റവും വേദനിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ്. അത് കഴിഞ്ഞ് മഹാവിഷ്ണു അയക്കുന്ന ചക്രത്തിൽ സതീദേവിയുടെ ശരീരം പലതായി ചിന്നിച്ചിതറുകയും അതിനുശേഷം എല്ലാം നഷ്ടപ്പെട്ട ഭാവത്തിൽ ഭഗവാൻ എല്ലാത്തിൽ നിന്നും ഒഴിവായി ധ്യാനത്തിന് വന്നിരുന്ന പ്രദേശമാണ് കൊട്ടിയൂർ. അതുകൊണ്ട് തന്നെ ഭഗവാന് മറ്റുള്ള കാലത്ത് വൈശാഖോത്സവ സമയത്തല്ലാതെ അനുവദിച്ചു തന്നിരിക്കുന്ന കാലത്തല്ലാതെ മറ്റൊരു കാലത്ത് മനുഷ്യർ അവിടേക്ക് വരുന്നത് താല്പര്യവുമില്ല. മാത്രമല്ല ആധുനിക കാലത്തിൻ്റെ കെട്ടുകളോ മട്ടുകളോ അവിടെ ഉണ്ടാകരുത് എന്ന നിഷ്ഠയുണ്ട്. മഴനൂലിൽ ദേവകൾ ജപമണികൾ കോർക്കുന്ന മഹിതമന്ത്രാക്ഷര സന്നിധാനം
ഒന്നല്ല രണ്ടല്ല മുക്കോടി ദേവകൾ ഒന്നിച്ചു കൂടിയ ധന്യസ്ഥലം അക്കരെ കൊട്ടിയൂർ സന്നിധാനം. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഓരോ ആഘോഷങ്ങളും ആചാരങ്ങളും വീണ്ടും വീണ്ടും പറയുവാനും ആഴത്തിൽ മനസ്സിലാക്കാനുള്ളതുമാണ് എന്ന തിരിച്ചറിവോടുകൂടി കൊട്ടിയൂർ ക്ഷേത്ര കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ് നാം. ഉത്സവം ആരംഭിച്ചത് മേടമാസത്തിലെ വിശാഖം നാളിലാണ്. യഥാർത്ഥ വൈശാഖ മഹോത്സവം ജൂൺ മാസത്തിലാണ് ഇത്തവണ ആരംഭിച്ചത് എങ്കിൽ പോലും മേടമാസത്തിലെ വിശാഖം നാളിൽ ഒരു പ്രധാന ചടങ്ങുണ്ട്. പ്രക്കൂഴം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതാണ് വൈശാഖ മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായി കരുതുന്നത്. ഈ ചടങ്ങിൽ തന്ത്രീശ്വരന്മാരും ഊരാളന്മാരും കഴകക്കാരും മറ്റ് അടിയന്തര വിഭാഗങ്ങളും അവരവരുടെ അടിയന്തരാദി കർമ്മങ്ങളിൽ ഭാഗഭാക്കാകുന്നു. പ്രക്കൂഴം എന്ന വാക്കിന് തന്നെ ഒരർത്ഥമുണ്ട്. പ്രാക് എന്നാൽ മുൻപത്തേത് അല്ലെങ്കിൽ ആദ്യത്തേത് എന്നൊക്കെയാണ് അർത്ഥം. കൂഴം അഥവാ കൂവം എന്നാൽ അളവ് എന്നും അർത്ഥമുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഉത്സവ ചടങ്ങുകൾക്കുള്ള അരി അളക്കുന്നത് ഉത്സവത്തിന്റെ തലേനാളാണ്. എന്നാൽ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനാകുന്നത് മേടമാസത്തിലെ വിശാഖം നാളിലെ പ്രക്കൂഴം ചടങ്ങിൽ തന്നെ അരി അളവ് തുടങ്ങുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ ചടങ്ങിന്റെ പേര് തന്നെ നേരത്തെ അളന്നു വെക്കുക എന്നാണ്. പ്രക്കൂഴം കഴിഞ്ഞാൽ അടുത്ത ദിവസം ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ സ്ഥാനികരും മണത്തണ കരിമ്പന ഗോപുരത്തിൽ എത്തി അവിടെ വിശ്രമിക്കണം എന്നത് ഒരു ചടങ്ങായിരുന്നു മുൻപ്. അവിടെ ഇവർക്കായി വിഭവസമർത്ഥമായ സദ്യ ഒരുക്കുമായിരുന്നു. ഈ കൂടിച്ചേരലിനും സദ്യയ്ക്കും പട്ടത്താനം എന്നായിരുന്നു പണ്ടുകാലത്ത് പറഞ്ഞിരുന്ന പേര്. പ്രക്കൂഴം കഴിഞ്ഞാൽ പിന്നീട് നീരെഴുന്നള്ളത്തിനുള്ള കാത്തിരിപ്പാണ്. മേടമാസത്തിലെ വിശാഖ നക്ഷത്രത്തിൽ പ്രക്കൂഴം കഴിഞ്ഞ് പിന്നീട് ഇടവമാസത്തിലെ മകം നാൾ വരെ നീണ്ടു നിൽക്കുന്ന ആ കാത്തിരിപ്പ് നീരെഴുന്നള്ളത്തോടുകൂടി പൂർത്തിയാകുന്നു. മഴനൂലിൽ ദേവകൾ ജപമണികൾ കോർക്കുന്ന മഹിത മന്ത്രാക്ഷര സന്നിധാനം. നാമജപത്തിന്റെ ഐശ്വര്യവുമായി ഭഗവതി ഹേഷിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ. ഉപനിഷത്തിന്റെ പൊരുൾ തേടി സംവത്സരങ്ങൾ കഴിഞ്ഞാൽ പോലും അജ്ഞാനികൾക്ക് ഈശ്വരൻ എവിടെയാണെന്നറിയില്ല. ഭാഗവത കഥാസാരവുമായി ഭഗം എന്ന് പറയുന്ന ഗുണമുള്ള ഈശ്വരൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു. ഈശ്വര സന്നിധിയിൽ 1000 ദീപങ്ങൾ ഒഴിഞ്ഞ പുണ്യവുമായി നിങ്ങളുടെ സന്ധ്യാനേരങ്ങളെ ഭക്തിയുടെ നൈർമല്യതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു സന്ധ്യാദീപം. ദിവസവും വൈകുന്നേരം 6:30. അന്തര്യാമി എന്നൊരു പദം ഉണ്ട്.
അങ്ങനെ നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആ പദം ഉപയോഗിക്കണമെന്ന് ഇല്ല. നമ്മുടെ വീട്ടിൽ ചില പാത്രങ്ങളൊക്കെ ഏത് സമയത്തൊന്നും എടുക്കേണ്ടി വരാറ് ഇല്ല. ഓണത്തിന് കണി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി തട്ടുംപുറത്തുനിന്ന് എടുത്തു. അപ്പോൾ ഇന്നലെ ഭാര്യ പറഞ്ഞു, ഇനി ആ ഉരുളി താഴെ വെക്കേണ്ട, ഇനി അടുത്ത വിഷുവിന് കണി വയ്ക്കാനേ ഇപ്പോൾ ഇത് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ട് ഉയരത്തേക്ക് തട്ടിലേക്ക് തന്നെ മാറ്റി വെച്ചു. ഇതുപോലെ ഇപ്പോൾ രാവിലെ എണീറ്റാൽ അന്തര്യാമി എന്നുള്ള പദം കൊണ്ട് അത്ര വലിയ പ്രയോജനം കണ്ടില്ലെങ്കിലും അന്തര്യാമി എന്താണെന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാം ഇപ്പോൾ ശരീരമാണ് എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? മിക്കവാറും പേര് വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്നുള്ളത് ഒരു ശരീരമാണ് എന്നാണ്. ശരീരമാണ് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ ശരീരമാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ വിശപ്പുണ്ടാവും, വേദനകളുണ്ടാകും, രോഗങ്ങളും ഉണ്ടാകും. അതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ ശരീരമാണ് എന്ന ധാരണയിൽ മാത്രം ജീവിക്കുന്നവർക്ക് ഈ വിശപ്പ്, തീറ്റ, വീണ്ടും വിശപ്പ്, ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് വേദനകൾ, രോഗങ്ങൾ. രണ്ടുപേര് പരസ്പരം കണ്ടാൽ കുശലം ചോദിക്കുക, അപ്പോൾ സൂക്കേടുകളൊന്നും ഇല്ലേ എന്നാണ്. ഇപ്പോഴത്തെ രോഗങ്ങൾ എന്തൊക്കെയാണ്? മിക്കവാറും പേര് കല്യാണപ്പന്തലിലെ കണ്ടാൽ ഇപ്പം എന്താണ് പരിശോധിച്ചപ്പോൾ കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ്, BP പണ്ടേ കൂടുതലുണ്ട്, ഷുഗർ നിയന്ത്രണം തെറ്റിയ രീതിയിലാണ്. ശരീരമാണല്ലോ നമ്മൾ. അപ്പോൾ കൊളസ്ട്രോളും BP ഒക്കെ അതിൻ്റെ ഒരു ഭാഗമല്ലേ? ശരി, ഞാൻ ശരീരമല്ല, പിന്നെന്താ? ഞാൻ മനസ്സാണ്. മനസ്സിനകത്താണല്ലോ ഇതൊക്കെ. എല്ലാ കാര്യവും മനസ്സിനകത്താണ്. അപ്പം ഞാൻ മനസ്സാണ് എന്ന് ചിന്തിച്ചാലോ, അപ്പോൾ വേറെ പ്രശ്നങ്ങൾ വന്നു. കാമം വന്നു, പലതിനോടുമുള്ള മോഹം. ആ മോഹങ്ങൾ സാധിക്കാതെ വന്നു. അപ്പോൾ ക്രോധമുണ്ടായി. ക്രോധത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഏതോ വിചാരിച്ചൊരു കാര്യം ശരിയായില്ല. കാമുണ്ടെങ്കിലേ ക്രോധം വരൂ. ഇങ്ങനെയല്ല വേണ്ടത്, ഞാൻ വിചാരിച്ച് ഇങ്ങനെയല്ല. കാമത്തിൽ നിന്നാണ് ക്രോധം ഉണ്ടാവുക. കാമം, ക്രോധം, മോഹം, മോദം, മതം, മാത്സര്യം. പിന്നെ ഞാൻ മനസ്സാണെന്ന് ധരിച്ചാൽ കാമക്രോധ മോഹ മോദ മത മാത്സര്യങ്ങളെ കൊണ്ട് യാതൊരു സമാധാനവും ഉണ്ടാവില്ല. അപ്പോൾ ശരീരമാണെന്ന് വിചാരിച്ചാൽ അബദ്ധം, മനസ്സാണെന്ന് വിചാരിച്ചാൽ വേറെ അബദ്ധം. അപ്പനിപ്പോൾ ഒന്നേ നിർവാഹമുള്ളൂ, ഞാൻ ബുദ്ധിയാണ് എന്ന് വിചാരിക്കും. അപ്പോൾ വേറെ വശം, ബുദ്ധിയാണ് എന്ന് വിചാരിച്ചോ ലാഭം നഷ്ടം, ബുദ്ധിയല്ലേ ഞാൻ. ജീവിതത്തിൽ ഇന്നേ വരെ എത്ര ലാഭമുണ്ടായി, എത്ര നഷ്ടമുണ്ടായി. അജ്ഞാനം അത് വന്നു, അജ്ഞാനത്തിൻ്റെ നേരെ വിജ്ഞാനം വന്നു. ബുദ്ധി കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ നിസ്സാരം അല്ല. അതുകൊണ്ടാണ് ബുദ്ധി കൂടുന്തോറും ചിലർ പറയില്ലേ, അയാൾക്ക് ഇങ്ങനെ മാനസിക രോഗം വരാൻ കാരണം ബുദ്ധി കൂടിയിട്ടാണ്. പുസ്തകം വായിച്ചിട്ടും പഠിച്ചിട്ടും
ബുദ്ധി കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ശരീരമാണെന്ന് വിചാരിച്ചാൽ നിവൃത്തിയില്ല. വിശപ്പും വേദനയും രോഗമായി. മനസ്സാണെന്ന് വിചാരിച്ചാൽ കാമം, ക്രോധം, മോഹം, മതം, മത്സരിയായി. ബുദ്ധിയാണെന്ന് ധരിച്ചാൽ പ്രമോഷൻ, ലാഭം, നഷ്ടം. ഇതുകൊണ്ട് ഇപ്പം എന്തേ കാര്യം ഉണ്ടായി? കാരണം ബുദ്ധി പ്രവർത്തിക്കുകയാണ്. പക്ഷേ പരമാത്മാവ് അന്തര്യാമിയായി കുടികൊള്ളുന്ന ഒരു കേന്ദ്രം എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരന്തരമായ ആഹ്ലാദത്തിൻ്റെ സദ്യയാണ്. എത്രയോ മഹാത്മാക്കൾ പറഞ്ഞു, ഈ ഒരു ചിന്തയിലേക്ക് വരാതെ ശാന്തി കിട്ടില്ല, സമാധാനം കിട്ടില്ല. സുഖത്തിൻ്റെ പരമോന്നതാവസ്ഥയായുള്ള മൗനം കിട്ടില്ല. അന്തര്യാമിയായി എന്നിൽ കുടികൊള്ളുന്നു പരമാത്മാവാണ്. ഇത് നമുക്ക് പറയാൻ ലജ്ജയാണ്. എന്തോ രണ്ടാന്തരമായോ എന്നൊരു ചിന്ത. നമ്മുടെ പാഠപുസ്തകങ്ങളിലൊന്നും ഈശ്വരൻ എന്ന പദം പോലും വയ്ക്കില്ല. ഇതൊക്കെ ഒരു മോശമല്ലേ, രണ്ടാന്തരമല്ലേ, ആധുനിക ശാസ്ത്രം പുരോഗമിച്ചില്ലേ. പക്ഷേ ഈ ധാരണയോടുകൂടി ജീവിക്കുന്ന ധാരാളം വ്യക്തികൾ ഭാരതത്തിലുണ്ട്. അവർ നമുക്ക് മാതൃകയാണ്. ആ അന്തര്യാമിയായിട്ട് കുടികൊള്ളുന്ന ആ പ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തി സദാ സന്തുഷ്ടനായിരിക്കും. അവരിൽ ധ്രുവഭാവമായിരിക്കും, ഇളക്കമില്ലാത്ത ഭാവം. അവർ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ശോഭിച്ച് സംസാരിക്കുന്നവർ ആയിരിക്കുകയില്ല. ഈ അന്തര്യാമിയെക്കുറിച്ചുള്ള ഒരറിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഭൗതിക തലത്തിൽ അവർ എത്രയോ ഉന്നതിയിലായിരിക്കും. അവരെ പ്രശംസിക്കാൻ മാധ്യമങ്ങളുണ്ടാവും. പക്ഷെ അവർ അസംതൃപ്തരായിരിക്കും. ഒരു കടിനായയെപ്പോലെ, നായ കടിനായയായിട്ട് മാറുന്നത് അസംതൃപ്തി കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് അന്തര്യാമിയെക്കുറിച്ചൊരു ചിന്ത നമുക്ക് വേണ്ടേ എന്ന് ആലോചിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. ദിവസമുള്ള ആഘോഷങ്ങൾ, ആചാരങ്ങൾ. ഇതിൽ ഓരോ ദിവസത്തെയും ആചാരങ്ങൾ വ്യത്യസ്തമാണ്, പ്രധാനപ്പെട്ടതാണ്. അതിനെല്ലാം തന്നെ ഓരോ സങ്കല്പങ്ങളുമുണ്ട്. കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം പറഞ്ഞു തീർക്കുവാൻ തന്നെ, അവിടുത്തെ വിശ്വാസങ്ങൾ പറഞ്ഞു തീർക്കുവാൻ തന്നെ ഏറെ നാളുകൾ വേണം. പക്ഷേ ഈ കാഴ്ചകളിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജം അത് എത്ര പറഞ്ഞാലും മതിയാകാതെ ബാക്കിയാകും. നീരെഴുന്നള്ളത്ത് കഴിഞ്ഞാൽ പിന്നീട് നെയ്യാട്ടമാണ്. നെയ്യാട്ടത്തിനായി നാളം തുറക്കൽ എന്ന് വിശേഷമായൊരു ചടങ്ങുണ്ട്. മുൻവർഷം കലശാട്ട നാളിൽ അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂസ്ഥാനമായ കുഴിയിലെ അഷ്ടബന്ധം നീക്കി വൃത്തിയാക്കി നെയ്യാട്ടത്തിന് തയ്യാറാക്കുന്നതിനെയാണ് നാളം തുറക്കൽ എന്ന് പറയുന്നത്.
പിന്നെ പാത്തി വെക്കലാണ്. സ്വയംഭൂസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ജലമൊഴുകുന്ന ഓവിൽ ജന്മരാശി മുള കൊണ്ട് നിർമ്മിച്ച പാത്തി സ്ഥാപിക്കുന്നു. സ്വയംഭൂ കുഴിയിൽ നെയ്യ് നിറയുകയാണ് എങ്കിൽ ഈ പാത്തി വഴി ഒഴുകുന്നതിനായിട്ടാണ് പാത്തി സ്ഥാപിക്കുന്നത്. ഇതിനുശേഷമാണ് നെയ്യാട്ടം. കൊട്ടിയൂരിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇളനീർ വെപ്പിന്റെയും ഇളനീരാട്ടത്തിന്റെയും ദിവസങ്ങളായിരുന്നു. കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന്റെ 27 നാളുകളിൽ എല്ലാ ദിവസവും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഒരു ദിവസമാകുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ദിവസമാകുമ്പോഴേക്കും സ്ത്രീകൾ ആ ഒരു തിരുവഞ്ചിറയിൽ നിന്ന് പുറകിലേക്ക് നടന്നു കയറുകയും തിരിഞ്ഞു നോക്കാതെ നടന്നു പോവുകയും വേണം. അത് കഴിഞ്ഞാൽ പിന്നീട് സ്ത്രീകൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട്. വൈശാഖ മഹോത്സവത്തിലെ പരമപ്രധാനമായ ചടങ്ങുകളിൽ ഒന്നാണ് ഇളനീർ വെപ്പും ഇളനീരാട്ടവും. ഇളനീർ സമർപ്പിക്കുന്നതിനായി ഇളനീർ കാവുകൾ എഴുന്നള്ളിക്കുന്നതിനെയാണ് ഇളനീർ വരവ് എന്ന് പറയുന്നത്. കോട്ടയം നാട്ടുരാജ്യത്തിലെ തീയ സമുദായ അംഗങ്ങൾക്ക് മാത്രമാണ് ഇളനീർ വെപ്പിന് പാരമ്പര്യ അവകാശമുള്ളത്. ഇളനീർക്കാർ മേടത്തിലെ വിശാഖം നാൾ മുതൽ, അതായത് പ്രക്കൂഴം ചടങ്ങ് ദിവസം മുതൽ വ്രതമെടുക്കും. ഓലമടൽ തുണ്ടിന്റെ ഇരുഭാഗങ്ങളിലും 3 ഇളനീരുകൾ വീതം കൂട്ടിക്കെട്ടി തൂക്കിയതാണ് ഇളനീർക്കാവ് എന്നറിയപ്പെടുന്നത്. ഇളനീർക്കാരുടെ കയ്യിൽ ചൂരൽ, പടുത്തിരിക്ക എന്നിവയുണ്ടാകും. ഇരിക്കുന്നതിനു വേണ്ടി ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ വസ്തുവിനെയാണ് പടുത്തിരിക്ക എന്ന് പറയുന്നത്. അരയിൽ വെളുത്ത മുണ്ടും ഉത്തരീയവുമാണ് വ്രതക്കാരുടെ വേഷം. കൂടാതെ പാളത്തൊപ്പി തലയിലിടും. ഇളനീർ വ്രതക്കാർ സന്ധ്യയോടെ കിഴക്കേ നടയിൽ തമ്പടിക്കും. അവർ ഇളനീർ വെപ്പിനായി മുഹൂർത്തം കാത്തുനിൽക്കും. തിരുവത്താഴപൂജയും ശ്രീഭൂതബലിയും കഴിഞ്ഞാൽ ഇളനീർ സമർപ്പിക്കാനുള്ള മുഹൂർത്തമാകുന്നു. കിഴക്കേ നടയിൽ അരയാലിനും അമ്മാറക്കൽ തറയ്ക്കും ഇടയിലാണ് ഇളനീർ വെപ്പ് നടത്തേണ്ടത്. ഈ സമയത്ത് തന്നെ മച്ചൻ നമ്പൂതിരി തിരി തെളിയിച്ച് കല്ലിന്മേൽ വെക്കും. വളരെ വേഗത്തിൽ നടക്കുന്ന ചടങ്ങുകൾ അവസാനിക്കുന്ന മുറയ്ക്കാണ് ഇളനീർ വ്രതക്കാർ തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങി ഇളനീർ കാവുകൾ വെക്കുന്നത്. വെള്ളിക്കിടാരത്തിൽ കാണിക്ക അർപ്പിച്ച് തീർത്ഥജലം കൈക്കൊമ്പിളിലെടുത്ത് സേവിച്ച് പടവുകൾ കയറും. കിഴക്കേ നടയിലെ കൽപ്പടവുകളിൽ ഒറ്റക്കാലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന വീരഭദ്രനെ വണങ്ങി കാണിക്ക അർപ്പിച്ച് അനുഗ്രഹം വാങ്ങി ഇവർ മടങ്ങിപ്പോകും. കൊട്ടിയൂരിലെ ഈ ഓരോ ആചാരവും വീണ്ടും വീണ്ടും പറയുമ്പോൾ നാം അറിയുന്നത് ഇളനീർക്കാവിലും കൂവയിലയിലും വാവലിപ്പുഴയിലും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി സാന്നിധ്യത്തെ തന്നെയാണ്. കൊട്ടിയൂരപ്പൻ വൈശാഖ മഹോത്സവത്തിലൂടെ പ്രകൃതിയുടെ ശക്തീഭാവത്തെ ഓരോ ഭക്തനിലും മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുകയാണ് എന്ന് തന്നെ തിരിച്ചറിയാം. ആഘോഷങ്ങളുടെ ഭാഗമായി കയ്യാലകൾക്ക് തീപിടിച്ചപ്പോഴും ഒരാൾക്ക് പോലും അപായമില്ലാതെ കാത്തുസൂക്ഷിച്ചതും ആ തമ്പുരാൻ തന്നെയാണ്. ആ തമ്പുരാനെ തിരിച്ചറിയണമെങ്കിൽ പ്രകൃതിയെ അറിയണം, പ്രകൃതിയെ ആരാധിക്കണം. ഒരു വലിയ പ്രേരണ, മഴ നൽകുന്ന, പുഴ നൽകുന്ന, കാട് നൽകുന്ന വലിയ പ്രേരണയാണ് കൊട്ടിയൂരമ്പലം. അതുകൊണ്ട് എല്ലാ വൈശാഖോത്സവത്തിനും ഉദയാമൃതത്തിൻ്റെ സംഘം കൊട്ടിയൂരപ്പൻ്റെ ദർശനത്തിനായി കാത്തിരിക്കുകയും ആ തിരുവഞ്ചിറയിലൊരു സ്നാനം ചെയ്യുവാൻ തീർച്ചയായും മനസ്സുകൊണ്ട് തയ്യാറായി ചെല്ലുകയും ചെയ്യും. നാം ഒരുമിച്ചാണല്ലോ ഉദയാമൃതത്തിൻ്റെ സംഘം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ കാഴ്ച കാണുന്ന എല്ലാവരും കൊട്ടിയൂർ സന്നിധിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം.